വോട്ടർ പട്ടിക ക്രമക്കേടിൽ വിവാദം കത്തുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ. വിവാദങ്ങളിൽ മൗനം തുടർന്ന സുരേഷ് ഗോപി ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദിയെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കണമെന്നായിരുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വെല്ലുവിളി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉയർന്ന ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ സ്വീകരണമൊരുക്കി. സുരേഷ് ഗോപിക്കും BJPക്കുമെതിരെ LDFും UDFും ആരോപണം കടുപ്പിക്കുമ്പോഴും വിവാദങ്ങളിൽ സുരേഷ് ഗോപിക്ക് മൗനം. ചോദ്യങ്ങളോട് പരിഹാസ മറുപടി. ജാർഖണ്ഡ് വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം കുറെ കാലങ്ങളായി ചോദിക്കുകയാണ്. എന്തെങ്കിലും ആ കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടോ സുരേഷ് ഏട്ടാ? സുരേഷ് ഏട്ടാ, മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇന്നലെ നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ BJP പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി കണ്ടു. ക്യാമ്പ് ഓഫീസിലെത്തിയ സുരേഷ് ഗോപി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. കള്ളവോട്ട് ചേർത്തപ്പോൾ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എനിക്ക് LDFിനോടും UDFിനോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. അതേസമയം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തയ്യാറായില്ല. ഈ BJP പ്രവർത്തകർക്ക് വലിയ മർദ്ദനം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.